ഒന്നുകൂടെ നമ്മുടെ വളർച്ച തടസ്സപ്പെടുത്താൻ നോക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നന്നാവുമ്പോൾ അസൂയുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതാണ് കീപ്പേഴ്സ്, ഗോൾ കീപ്പേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ. യു അണ്ടർസ്റ്റാൻഡ്? സോ ഗോൾസ് ക്യാൻ ബി അച്ചീവ്ഡ് as far as the keepers are no more your hurdles. അവരൊരിക്കലും നിങ്ങൾക്കൊരു തടസ്സമാവരുത്. യു ഷുഡ് ഹിറ്റ് ദ ഗോൾ. നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ ആദ്യം ശ്രമിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. Okay, just try to like the positive qualities in you. Never work on your negative qualities. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ ഒരു കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നോളേജ് ഇസ് യുവർ പവർ ആൻഡ് എക്സ്പീരിയൻസ് യുവർ സിംപ്ലിസിറ്റി. ശരിയല്ലേ? നോളേജ് തന്നെയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പവർ. കാരണം നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയും ആരെയും ഫേസ് ചെയ്യാൻ ഒരു ഗട്ട്സ് ഉണ്ടാവുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എടുത്താൽ മതി. 99% ആൾക്കാർക്കും കുട്ടികളുണ്ടായാൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ അവരുടെ മക്കളെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് നാച്ചുറലി അറിയാൻ പറ്റും അതിൻ്റെ ഒരു പവർ എന്താണ്, എഡ്യൂക്കേഷൻ്റെ പവർ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. വളരെ ഒരു സിമ്പിൾ എക്സാമ്പിൾ തരാം. ഇപ്പോൾ ഒഫീഷ്യൽ ലൈഫിലാണെങ്കിൽ പലരും ഉണ്ട്, അവരുടെ സീനിയേഴ്സിനോട് പറയൂ സാർ എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റില്ല, അവർ കുറച്ചുകൂടെ ഹൈ പ്രൊഫൈലാണ്, അത് സാർ തന്നെ പോകണം. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ തരുവാണ്. അസിസ്റ്റന്റ് മാനേജേഴ്സ് ആണെങ്കിൽ മാനേജേഴ്സിനോട് പറയും. ഓക്കെ, അത് അവർ സോഷ്യലി ഡെവലപ്പ് ആവാത്തതുകൊണ്ടാണ്, ഇന്റലക്ച്വലി ഡെവലപ്പ് ആവാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ആ സഫീഷ്യന്റ് നോളേജ് ഇല്ലാത്തതുകൊണ്ടാണ്. അവരുടെ കയ്യിൽ സഫീഷ്യന്റ് നോളേജ് ആൻഡ് സോഷ്യലി ഡെവലപ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ ആരെയും എവിടെയും പോയിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റലക്ച്വലി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് എന്താ പറയുക, ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇന്റലക്ച്വലി ആൻഡ് സോഷ്യലി ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ പേഴ്സണൽ ലൈഫിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പലരും ചോദിക്കും, ഓക്കെ, ഇപ്പോൾ ഒരു മാരേജിന് പോകാനാണെങ്കിലും ഒരു മീറ്റിംഗ്സിന് പോകാനാണെങ്കിലും പല ക്രൗഡ്സ്, ഇപ്പോൾ ഹൗസ് വാമിംഗ് വാട്ട് എവർ ഇറ്റ് ഈസ്, ചിലപ്പോൾ കുട്ടികൾ ചോദിക്കും ഞങ്ങളുടെ സെയിം ഏജ് ഗ്രൂപ്പിൽ കുട്ടികളുണ്ടോ, അല്ലെങ്കിൽ പേരൻസ് ചോദിക്കും വൈഫിനെ വിട്ടാൽ മതിയോ ഹസ്ബൻഡിനെ വിട്ടാൽ മതിയോ, അല്ലെങ്കിൽ അത് ഡെഫിനറ്റ്ലി സോഷ്യലി ഡെവലപ്പ് ആകാത്തതുകൊണ്ടാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് വരും. അല്ലെങ്കിൽ ചോദിക്കും അത് എഞ്ചിനീയേഴ്സിന്റെ ക്രൗഡാണോ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തരുവാണ്. ഓക്കെ, ഡോക്ടേഴ്സിന്റെ ക്രൗഡാണോ, അവിടെ പോയി ഞങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റില്ല. യു അണ്ടർസ്റ്റാൻഡ്? സോ അത് എന്തുകൊണ്ടാണ്? ലാക്ക് ഓഫ് നോളേജ് കൊണ്ട് തന്നെയാണ്. സോ ഇന്ന് തൊട്ടിട്ട് ട്രൈ ടു ഗെയിൻ യുവർ നോളേജ്, ഇന്റലക്ച്വലി ആൻഡ് സോഷ്യലി ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ബിക്കോസ് നോളേജ് ഇസ് ഡെഫിനറ്റ്ലി യുവർ പവർ ആൻഡ് എക്സ്പീരിയൻസ് യുവർ സിംപ്ലിസിറ്റി. നമ്മളെല്ലാവരും നോട്ട് ചെയ്തൊരു കാര്യവും, കാരണം ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആളായിരിക്കും ഏറ്റവും സിമ്പിൾ ആൻഡ് ഡൗൺ ടു എർത്ത്. ആൻഡ് ഏറ്റവും ബിഗിനേഴ്സ്, ഫ്രഷേഴ്സിന് ഞാൻ ഒരിക്കലും കുറ്റം പറയുകയല്ല, പക്ഷെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരിക്കും. കാരണം പഠിച്ചതുപോലെ തന്നെ, പഠിച്ച് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന പോലെ തന്നെ വർക്കിലും അത്ര മണിക്കൂറായിരിക്കും. മീൻസ് നമ്മുടെ ഒരു ഫ്രീഡം, നമ്മൾ ഫീസ് പേ ചെയ്തില്ല നമ്മൾ പഠിക്കുന്ന, അപ്പോൾ ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, ആ സെയിം ഫ്രീഡം ഒരു വർക്കിൽ അപ്ലൈ ചെയ്യാൻ നോക്കും. പക്ഷേ അത് സീനിയേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതിനെ വലുതാക്കി വെക്കുക എന്നുള്ളത്. ഓക്കെ, അവിടെ ഡിപ്ലോമസി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അവിടെ നമ്മൾ ബോസ് ചെയ്യാൻ നടന്നാൽ ഒരു വർക്കും നടക്കില്ല. You understand? So be diplomatic, make them feel it is their idea. Ultimately നമുക്ക് എന്താ വേണ്ടത്? Work has to be done. അത്രേ ഉള്ളൂ. So just make them feel it is their idea and be diplomatic. And beginnersനോട് എനിക്ക് പറയാനുള്ളത്, just try approaching yourself. നമ്മളെ ഒരു ട്രെയിനി എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ സീനിയേഴ്സിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. Never think that you know everything. You understand? You are just learning. You have to learn a lot of new things. നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് വേണം. സ്കൂളിൽ ചേരുമ്പോൾ എങ്ങനെയാണ്? പേരൻസ് സപ്പോർട്ട് ചെയ്യണം, ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യണം, ട്യൂഷൻ സപ്പോർട്ട് ചെയ്യണം, അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഒരു ജോലിയിൽ കയറുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിന് സപ്പോർട്ട് വേണം. സോ ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു 4 വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഫസ്റ്റ് പോയിന്റ് ഇസ് ഡെഫിനറ്റ്ലി അഡോപ്റ്റ് ദ ബിഗിനേഴ്സ് മൈൻഡ്. നിങ്ങളൊരു ബിഗിനറാന്നുള്ള ചിന്ത നിങ്ങൾ ഒരിക്കലും മറക്കരുത്. യു അണ്ടർസ്റ്റാൻഡ്? And the second point is focus on the work and not the outcome. Focus on your effort. നമ്മൾ എന്ത് എഫോർട്ടാണ് ഇടുന്നത്, ആ ഒരു കമ്പനി ഗ്രോ ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് നെവർ നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്താൽ ഇത്ര കിട്ടുമോ, 2 മണിക്കൂർ വർക്ക് ചെയ്താൽ ഇത്രയാണ് സാലറി, 3 മണിക്കൂർ വർക്ക് ചെയ്താൽ കൂടുതൽ കിട്ടുമോ. ഡോണ്ട് തിങ്ക് ഓഫ് ഓൾ ദാറ്റ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, when you work more than what you paid, you will be definitely be paid more than what you work. And the third point is lose your ego before you lose your head. Okay, don't think you're very big, everybody has to treat you big. നമ്മൾ എല്ലാവരും വലുതാക്കി വെക്കണം, ആ ഒരു തോട്ടേ വിടണം. Just kill your ego
ബിഫോർ യു ലൂസ് യുവർ ഹെഡ് തന്നെയാണ് പറയുന്നത്. ഓൾ ദീസ് ആർ വെരി പോപ്പുലർ സേസ്. യു അണ്ടർസ്റ്റാൻഡ്? ആൻഡ് നാലാമത്തെ വളരെ സിമ്പിൾ പോയിന്റ് ആണ്, ലേൺ ടു മാനേജ് യുവർ സെൽഫ് ഫസ്റ്റ്. ഇപ്പോഴും ഉണ്ടാവും നിങ്ങൾ ഒരുപാട് പേര് ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരിക്കും നിങ്ങളുടെ കാര്യം ചെയ്യാൻ തന്നെ. ഇപ്പോൾ വീട്ടിൽ പേഴ്സണൽ കാര്യമായാലും ഓഫീഷ്യൽ കാര്യങ്ങളായാലും നിങ്ങളുടെ കാര്യം തന്നെ നിങ്ങളുടെ അമ്മയോ അച്ഛനെയോ ബ്രദറെയോ സിസ്റ്ററോ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട്. യു അണ്ടർസ്റ്റാൻഡ്? തിങ്ക് ദാറ്റ് ഈവൻ ദേ ആർ എ ഹ്യൂമൻ ബീയിങ്. അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും, അവരുടേതായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും, അവരുടേതായ കാരണങ്ങളുണ്ടാവും. ഓക്കെ, സോ ഡോണ്ട് ഡു ദാറ്റ്. ട്രൈ ടു മാനേജ് യുവർ സെൽഫ് ഫസ്റ്റ്. അതുതന്നെയാണ് ഏറ്റവും വലിയ സക്സസ് ബിഫോർ മാനേജിങ് അതേഴ്സ്. സോ ഈ വളരെ സിമ്പിളായ 4 പോയിന്റ്സ് ബിഗിനേഴ്സ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ആം ഡെഫിനറ്റ് യു ഗോയിങ് ടു ഡു ഗുഡ്. സോ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോപ്പുലർ സ്റ്റേറ്റ്മെന്റ് മൈൻഡിൽ വെച്ച്, ദ മോർ ദ നോളേജ് ദ ലെസ് ദ ഈഗോ, ദ ലെസ് ദ നോളേജ് ദ മോർ ദ ഈഗോ. എന്ന് പറഞ്ഞാൽ നോളേജ് കൂടുമ്പോൾ ഈഗോ കുറയും, നോളേജ് ഇല്ലാത്തവർക്ക് ഈഗോ കൂടും. ഓക്കെ, സോ ഒരു സ്റ്റേറ്റ്മെന്റ് മൈൻഡിൽ വെച്ചിട്ട് increase your knowledge and live simple. And now it's time to start the segment Excel Magic. ഇന്നും അതേ സെഗ്മെന്റിൽ എനിക്ക് ആദ്യം പറയാനുള്ളത്, കുറച്ച് പേര് എനിക്ക് മെസ്സേജസ് വിടുന്നുണ്ട് കമന്റ് ബോക്സിൽ, യു വോണ്ട് ടു ലേൺ ലാംഗ്വേജസ് എന്ന്. നിങ്ങൾ ഒരു ഫുൾ എപ്പിസോഡ് കണ്ടാൽ മാത്രമാണ് എന്നെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന നമ്പേഴ്സ് 3 or 4 പ്രാവശ്യം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ റിപ്ലൈ ചെയ്യും. അല്ല, നിങ്ങൾ വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജ് 1000-2000 മെസ്സേജസ് ആണ് വാട്സാപ്പിലൊക്കെ വരുന്നത്. ഒരിക്കലും അത് റീഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഡയറക്റ്റ് നമ്പേഴ്സ്, എന്നെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഈ ഒരു 10 മിനിറ്റ്സ് എപ്പിസോഡ് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എവിടെയെങ്കിലും എൻ്റെ ഡയറക്റ്റ് നമ്പേഴ്സ് കാണും. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഓരോ ആഴ്ചയും ഓരോ ദിവസവും കമന്റ് ബോക്സിൽ യു വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഐ എം സോറി, ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. കാരണം എൻ്റെ കയ്യിൽ നിങ്ങളുടെ നമ്പേഴ്സ് ഇല്ല. ഓക്കെ, സോ പ്ലീസ് വാച്ച് ദി എൻറ്റയർ എപ്പിസോഡ്. ഓക്കെ, കാരണം നമ്പർ ഫുൾ ടൈം അവിടെ നോട്ട് ചെയ്ത് കാണിക്കില്ലല്ലോ. അപ്പോൾ 3 or 4 ടൈംസ് കാണിക്കണം. ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ വിളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി യൂട്യൂബ് ചാനൽ നമ്പർ കിട്ടിയിട്ടാണെന്ന് മെൻഷൻ ചെയ്താൽ ഇറ്റ് ഇസ് മോർ ഗുഡ്. കാരണം അല്ലാതെ പരസ്യം ഇപ്പോൾ ന്യൂസ് പേപ്പേഴ്സിലായാലും ഓൺലൈനിലായാലും വേറെ അഡ്വർടൈസ്മെന്റ്സും ഉണ്ട്. സോ ഇംഗ്ലീഷോ ഹിന്ദിയോ കന്നഡ, തമിഴ്, IELTS, പേഴ്സണൽ ഡെവലപ്മെന്റ്, എന്തെങ്കിലും കരിയർ ഗൈഡൻസ്, ജോബ് ടിപ്സ്, കരിയർ ടിപ്സ്, എന്ത് റിക്വയർമെന്റ് ഉണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത്, ക്വസ്റ്റ്യൻ ഓഫ് ദ വീക്കിന്റെ ആൻസേഴ്സും അതെ വളരെ അപൂർവമാണ് കിട്ടുന്നത്. അതൊരു പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് പ്രീവിയസ് എപ്പിസോഡിലൊക്കെ ഞാൻ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് തന്നിരിക്കുന്നത്. ആൻഡ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഡെഫിനറ്റ്ലി കേരളത്തിലല്ല ഗ്ലോബലി ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, തമിഴൊക്കെ പഠിക്കാൻ ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്. സോ ഡോണ്ട് മിസ് ദി ഓപ്പർച്യൂണിറ്റി. കോഴ്സ് ഫീൽ ഡെഫിനറ്റ്ലി ഡിസ്കൗണ്ട്സ് ഉണ്ട് ആൻഡ് ആൻസേഴ്സ് ആർ വെരി സിമ്പിൾ. ഒന്ന് കമന്റ് ചെയ്താൽ മതി ആൻസേഴ്സ്. സോ ഡോണ്ട് മിസ് ദി ഓപ്പർച്യൂണിറ്റി ഓഫ് ഗെറ്റിംഗ് ഡിസ്കൗണ്ട്സ് ഓൺ യുവർ കോഴ്സ് ഫീ. നൗ ജോക്സ് അപ്പാർട്ട്, ഇനി നമുക്ക് സീരിയസ് ആയിട്ട് സെഗ്മെന്റ് തുടങ്ങാം. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഓഫ് ദ വീക്കിലോട്ട് പോവാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരുന്നു. ലവ് ഡാഷ് ടു ലവ് അതേഴ്സ്. ഓക്കെ, ദ ആൻസർ ഇസ് ലവ് യുവർ സെൽഫ്. നിങ്ങളെ ഇഷ്ടപ്പെടാൻ ആദ്യം ശ്രമിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ, ജസ്റ്റ് ട്രൈ ടു ലൈക്ക് ദ പോസിറ്റീവ് ക്വാളിറ്റീസ് ഇൻ യു, നെവർ വർക്ക് ഓൺ യുവർ നെഗറ്റീവ് ക്വാളിറ്റീസ്. അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ലവ് യുവർ സെൽഫ്. യുവർ സെൽഫ് എന്നാണ് റൈറ്റ് ആൻസർ ടു ലവ് അതേഴ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഗോൾസ് ക്യാൻ ബി അച്ചീവ്ഡ് ആസ് ഫാർ ആസ് ഡാഷ് ഇസ് നോ മോർ യുവർ ഹേർഡിൽസ്. ആ ഡാഷ് എന്തായിരിക്കും? ഗോൾസ് ക്യാൻ ബി അച്ചീവ്ഡ് ആസ് ഫാർ ആസ് ദ കീപ്പേഴ്സ്. ഗോൾ കീപ്പേഴ്സ് ഉണ്ടല്ലോ. ഓക്കെ, നമ്മുടെ വളർച്ച തടസ്സപ്പെടുത്താൻ നോക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നന്നാവുമ്പോൾ അസൂയുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതാണ് കീപ്പേഴ്സ്, ഗോൾ കീപ്പേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ. യു അണ്ടർസ്റ്റാൻഡ്? സോ ഗോൾസ് ക്യാൻ ബി അച്ചീവ്ഡ് ആസ് ഫാർ ആസ് ദ കീപ്പേഴ്സ് ആർ നോ മോർ യുവർ ഹേർഡിൽസ്. അവരൊരിക്കലും നിങ്ങൾക്കൊരു തടസ്സമാവരുത്. യു ഷുഡ് ഹിറ്റ് ദ ഗോൾ. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ ടിപ്സ് ഓൺ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, സ്റ്റാർട്ട് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് സ്റ്റാർട്ട് റീഡിങ് ദ ഹിന്ദു ന്യൂസ് പേപ്പർ. അപ്പോൾ തിങ്കിങ് ഇൻ ഇംഗ്ലീഷിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തന്നിരുന്നത് 1 day ഷെഡ്യൂൾ തിങ്ക് ചെയ്യാനായിരുന്നു. രാവിലെ തൊട്ട് രാത്രി വരെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്സ് ആൻഡ് ഡിന്നർ. ദെൻ 2 days ആക്കുക. ആഫ്റ്റർ 3 days, 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കുന്നത് ഈ 2 ദിവസത്തെയാണ്.
മീൻസ് ഇന്നലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ. ഓക്കെ, പിന്നെ ന്യൂസ് പേപ്പർ വായിക്കാൻ പറഞ്ഞിരുന്നു. 20 minutes ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ കാണിച്ചു തന്നിരുന്നു. വേർഡ് കട്ട് ചെയ്തിട്ട് മാക്സിമം ഷോർട്ടാക്കിയിട്ട് 20 minutes വായിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് തൊട്ടിട്ട് 3 days ആക്കുക തിങ്കിങ് ഇൻ ഇംഗ്ലീഷ്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ പ്രീവിയസ് 2 days ആൻഡ് ദാറ്റ് ഡേ. ജസ്റ്റ് ടേക്ക് എൻ എക്സാമ്പിൾ. ഇന്നിപ്പോൾ വെനസ്ഡേ ആണെങ്കിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേയിൽ തിങ്ക് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ടിപ്പാണ്, നമ്മളിപ്പോൾ 20 minutes ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ ആ വായിക്കുന്ന രീതിയിൽ ഈ ചിന്തിക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞു നോക്കണം. മനസ്സിലായി? നമ്മളിപ്പോൾ തിങ്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ 1 day ആയാലും 2 day ആയാലും 3 days ആയാലും ആ തിങ്ക് ചെയ്യുന്നൊരു സംഭവം മോർണിംഗ് ടു നൈറ്റ് എന്താണോ തിങ്ക് ചെയ്യുന്നത്, ഇപ്പോൾ 2 days 3 days. ഓക്കെ, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ തരാം. Monday morning I woke up at this time, I got fresh, I prayed for some time, I worked out for some time and then I had a coffee. I went to the kitchen, I prepared some food for my family. I had my food and I had to go to the office. ഈ ഒരു രീതിയിൽ നിങ്ങളൊരു 3 day ഷെഡ്യൂൾ 3 times per day പറയുക. 20 minutes ന്യൂസ് പേപ്പർ വായിച്ചതിന് ശേഷം 3 times നമ്മുടെ ഡെയിലി റൂട്ടീൻ 2 days ആയാലും 3 days ആയാലും ഒരു 3 times റിപ്പീറ്റ് ചെയ്യുക ന്യൂസ് പേപ്പർ വായിക്കുന്ന രീതിയിൽ. അല്ലാതെ വെറുതെ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ലാംഗ്വേജിൽ 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ന്യൂസ് പേപ്പർ വായിക്കുന്ന രീതിയിൽ ആ കട്ട് ചെയ്ത് യെസ് ഐ ഹാവ് ടു ഡു ദിസ് ആൻഡ് ഹാവ് ടു ഗോ ഹിയർ, ആ ഒരു പവറിൽ തന്നെ 3 times. ലോജിക്ക് വളരെ സിമ്പിളാണ്. ഇത്രയും പ്രാവശ്യം മൈൻഡിലിട്ട് ചിന്തിക്കുന്നൊരു കാര്യം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഹൗ ഡു യു ഡെലിവർ ടോപ്പിക്സ് വിച്ച് ആർ വെരി ന്യൂ ടു യു? യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ഇനി ഒരു ടോപ്പിക്കിനെ കുറിച്ച് എങ്ങനെ സംസാരിക്കാം എന്ന് കാണിച്ചു തരാം. ഓക്കെ, സിമ്പിളായിട്ട് ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യാം. യുവർ ഫേവറേറ്റ് സിംഗർ അല്ലെങ്കിൽ മൂവി, വാട്ട് എവർ ഇറ്റ് ഇസ്. യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾ ഡെയിലി ഓരോ സിമ്പിൾ ടോപ്പിക്സ് എടുത്തിട്ട് സംസാരിച്ചു നോക്കൂ. തിങ്ക് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് എ ഫേവറേറ്റ് മൂവി. എപ്പോഴും ചിന്തിക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ ജനറലൈസ് ചെയ്യാൻ നോക്കുക. യു അണ്ടർസ്റ്റാൻഡ്? കാരണം മൂവി എന്നൊക്കെ പറയാം, അല്ലാതെ അയ്യോ ഒരുപാട് നോളേജ് വേണം, ഒരുപാട് എൻസൈക്ലോപീഡിയാസ് വായിക്കണം, എന്നാൽ മാത്രമേ എനിക്കൊരു ടോപ്പിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിക്കണം. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന വളരെ സിമ്പിൾ പോയിന്റ്സ് സിമ്പിളായിട്ട് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് an excellent speech, nothing else. ഓക്കെ, സോ ഫേവറേറ്റ് മൂവീനെ കുറിച്ച് ഞാൻ മലയാളത്തിൽ ജസ്റ്റ് പറയാം. ഒരുപാട് ഫിലിംസ് ഉണ്ട്. ഫിലിംസിന്റെ ക്ലാസിഫിക്കേഷൻ ഇസ് ലൈക്ക് ആർട്ട് ഫിലിംസ്, കമേഴ്ഷ്യൽ, ആക്ഷൻ ഫിലിംസ്, റൊമാൻറ്റിക് ഫിലിംസ്. ഫിലിംസ് പല ലാംഗ്വേജസിലുണ്ട്. ഞാൻ ഒരുപാട് ലാംഗ്വേജസിലെ ഫിലിംസ് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഫിലിം ഇതാണ്. വിച്ച് എവർ. ചിന്തിക്കേണ്ട രീതി മനസ്സിലായില്ലേ? ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ. ഓക്കെ, മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് ഇസ് നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ. നിങ്ങൾ ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ടുണ്ട്. അതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റ് ആണ് ഇത്. അപ്പോൾ ആ തിങ്ക് ചെയ്യേണ്ട ഒരു പോസിബിലിറ്റീസ് ഓഫ് തോട്ട് ഇസ് വെരി ഹൈ. ലൈക്ക് വളരെ സിമ്പിൾ പോയിന്റ്സ്. എക്സ്പ്ലനേഷനോ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്പ്ലനേഷൻ എന്താണ്? The first reason for considering this movie to be the best is definitely for the kind of story it has. Second is the genre is action film for which I like it. മനസ്സിലായില്ലേ? അങ്ങനെ വളരെ സിമ്പിൾ പോയിന്റ്. സോങ്സ് ആർ ഗുഡ്, ലൊക്കേഷൻ ഇസ് ഗുഡ്. ഒരു മൂവിനെ നന്നാക്കുന്ന ഫാക്ടേഴ്സ്, ഒരു റെസ്റ്റോറൻറ്റിനെ നന്നാക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അവിടുത്തെ ഫുഡ്, അവിടുത്തെ ടാരിഫ്, അവിടുത്തെ ആംബിയൻസ്, അവിടുത്തെ ക്ലെൻലിനെസ്. Okay, so all these factors I consider this movie to be the best. ഭയങ്കര സിമ്പിളാ ഒരു സ്പീച്ച് ഓർഗനൈസ് ചെയ്യാൻ. ഇറ്റ്സ് വെരി സിമ്പിൾ പ്രൊവൈഡഡ് നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പിസോഡ്സിലെ മൾട്ടിപ്പിൾ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, സോ ഇനി ആ മൂവി എന്നുള്ളൊരു ടോപ്പിക്ക് ഞാൻ ജസ്റ്റ് സംസാരിച്ച് കാണിച്ചു തരാം. Talking about movies, it is one of the major source of entertainment. There are a lot of movies in different languages. And having classified the movies into different genres, it is classified as action films, commercial films, romantic films,
And having watched a lot of movies in different languages and being a regular viewer of Malayalam films, the best film I consider is നിങ്ങളുടെ ഇഷ്ടമുള്ള ഫിലിമിന്റെ പേരോട് പറയാം. Okay, the first reason for considering this film as a favorite is definitely for the kind of moral values it imparts to society, unlike the other films. The second reason is for the location it has been shot in. The third reason is for the songs it has. It blends excellently with the music. And the camera work is excellent. The director has done a very good role in this particular film. And the location it has been shot in is excellent. And for all these reasons, I consider this to be my best film. ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് സംസാരിക്കാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എക്സ്പ്ലെയിൻ ഞാൻ നേരത്തെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചല്ലോ. സോ ഇന്നോട്ട് നിങ്ങൾ എല്ലാവരും ഇംഗ്ലീഷിൽ 3 days ചിന്തിക്കണം. കൂടാതെ ഓരോ ടോപ്പിക്ക്, മൂവിയല്ല, സിംഗർ, ടീച്ചർ, ഫ്രണ്ട്, സോപ്പ്, ഷാംപൂ, എനിത്തിങ് ലൈക്ക് ഫേവറേറ്റ്സ് ജസ്റ്റ് എടുത്ത് സംസാരിക്കാൻ നോക്കൂ. ഇൻട്രൊഡക്ഷൻ, എക്സ്പ്ലനേഷൻ, കൺക്ലൂഷൻ, ഈ 3 പാർട്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവണം. ഇതുപോലെ വളരെ സിമ്പിൾ ആയ ടോപ്പിക്സ് ഡെയിലി അറ്റ്ലീസ്റ്റ് ഓരോന്ന് ചെയ്ത് നോക്കൂ. ജസ്റ്റ് 1 topic മീൻസ് ഫേവറേറ്റ് സോപ്പ്, ഷാംപൂ, വാച്ച്, മെഷീൻ, ടീച്ചർ, സ്പോർട്സ് പേഴ്സണാലിറ്റി, ഗെയിം, എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്തോളൂ. ഓക്കെ, കാണുന്ന തിങ്സ് ഓർ വട്ട് എവർ ഇറ്റ് ഇസ്, അതിൻ്റെ ഫേവറേറ്റ്സ് ചൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് സംസാരിക്കാൻ നോക്കൂ. ചിന്തിച്ചതിന് ശേഷം ന്യൂസ് പേപ്പർ വായിച്ച രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കൂ. അപ്പോൾ കുറേ കൂടെ പെർഫെക്ഷൻ കിട്ടും. ഓക്കെ, സോ ഡെയിലി ഒരു ടോപ്പിക്ക് ചെയ്താൽ മതി, നോട്ട് മോർ ദൻ 1. ആൻഡ് തിങ്കിങ് ഇസ് ഫോർ 3 days. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ ക്വസ്റ്റ്യൻ ഓഫ് ദ വീക്ക്. വാട്ട് ഡിസൈഡ്സ് യുവർ ഡെസ്റ്റിനി ഇസ് ദ ക്വസ്റ്റ്യൻ ഓഫ് ദ വീക്ക്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് നമ്മുടെ ഡെസ്റ്റിനി ഡിസൈഡ് ചെയ്യുന്നത്? ഓക്കെ, ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ്, റൈറ്റ് ആൻസേഴ്സിന് കോഴ്സ്ഫീൽ ഡിസ്കൗണ്ട്സ് ഉണ്ട്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ ഒരു കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ജസ്റ്റ് സ്റ്റേ ട്യൂൺ until I see you in the next segment. Keep rocking.